നമ്മൾ അഹങ്കാരത്തിന്റെ മൂർത്തീകരണവുമാണ്. അതുകൊണ്ട് എന്ത് വേണം? നമുക്കില്ല ഉള്ളതും ഭഗവാനില്ലാത്തതുമായത് പ്രാർത്ഥിക്കുന്നു എന്ന്. ഏകാന്തിനോ യസ്യ കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത് പ്രപന്നാഹ അത്യദ്ഭുതം തച്ചരിതം സുമംഗലം ഗായന്ത ആനന്ദസമുദ്രമഗ്നാഹ. ഭഗവാന്റെ അന്തരംഗ ഭക്തന്മാർ സ്മരിക്കുന്നതും പിന്നെ എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനോടുള്ള അതാണ് രാവിലെ നമ്മൾ പറഞ്ഞ പ്രേമം, ഭഗവാനോടുള്ള പരമമായ പ്രേമം, അത് മാത്രമേ അവര് ആഗ്രഹിക്കുന്നുള്ളൂ. ഗോപികമാരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നതല്ലേ, ഒന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അല്ലെ ഭഗവാൻ തലവേദന വന്ന പറഞ്ഞ ഗോപികാന സാരം ഗ്രഹിക്കേണ്ടത് എന്താണ്? കുറേ കഥകൾ കേട്ടു, പക്ഷെ ഇപ്പൊ കഥയില്ലാത്ത ഒരവസ്ഥയിലാണ് എന്ന് പറയാനല്ല, പിന്നെ അതൊക്കെ കേട്ട് തത്വം എനിക്ക് ബോധിച്ചു ഇത് പറയാൻ കഴിയണം. എന്ത്? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. അതും പടം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന് അർജുനൻ പറയുന്ന പടമാണ് ഇതാ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ചിലർക്കൊക്കെ അർജുനൻ ഇങ്ങനെ തൂഷ്ണീ ഭാവത്തിൽ ഇരിക്കുന്ന പടമാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ സ്വാധ്യായ സമിതി സ്വീകരിച്ചിരിക്കുന്ന പടം നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ മോഹാവസ്ഥയൊക്കെ മാറി. മനുഷ്യ വചനം തവ. ഇനി ഞങ്ങൾ പറഞ്ഞോളൂ. യുദ്ധസ്യ വിഗതജ്വര എന്നൊക്കെ പറഞ്ഞതിന് ഞാനിതാ അനുസരിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ ഭാഗമാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഇങ്ങനെ ഇനി ഞാൻ ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അമ്പും വില്ലും ഒക്കെ താഴെ ഇട്ടിട്ട് തൂഷ്ണയും ഉണ്ടാണ്ട് ആ അർജുനെയാണ് ഈ പരുവത്തിലാക്കുന്നു, അപ്പൊ അനുഗ്രഹിക്കുന്നു. അതിനുശേഷമാണ് ബാക്കി നാടകം മുഴുവൻ നടക്കുന്നത്. മൂന്നാമത്തെ കാലടി എന്റെ തലയിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭഗവാൻ തല വെച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഭാഗത്തിൽ പറഞ്ഞില്ല. ഈ പടമൊക്കെ ചെന്ന് വരച്ച് ശിവകാശിക്കാർ ചെന്ന് അങ്ങനെ ഒരു പടം ഉണ്ടാക്കി വിട്ടിട്ടുണ്ടാണ്. തല കാലിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കാലിൽ ഉപയോഗയൊന്നും വലുതായിട്ടില്ലായിരുന്നതുകൊണ്ട് ഇങ്ങനെ തൊട്ടതുപോലൊക്കെയാണ് ചിലടത്ത് വെച്ച് വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും ഭാഗവതത്തിന്റെ അംഗീകാരം ഇല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ സൂചിപ്പിച്ചത്. ഈ മഹാബലിയെ അനുഗ്രഹിക്കുകയായിരുന്നു. വളർന്നു വലുതായി തള്ളിക്കൊണ്ടിട്ടിട്ടൊന്നും അതിന്റെ വലിപ്പം തീർന്നില്ല. അതിങ്ങനെ അവിടെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം രാജാവിന്റെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തു. പ്രളയം കാണണമെന്നുള്ള ഇതൊക്കെ അതൊരു വലിയ തോണിയുമായിട്ട് കുളിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കാരണം ഇടാനുള്ള സമയമായപ്പോഴത്തേക്ക് രാജാവ് ഒരു ഫിക്സിലായി. എന്താ ചെയ്യേണ്ടത്? മുഹൂർത്തത്തിന് മുമ്പ് വാരണ വിടുകയും വേണം, ഗസ്റ്റ് വരാൻ. ദശമസ്കന്ധത്തിന്റെ പാരായണം ആരംഭിക്കുകയായി. രാജോവാച കഥിതോ വംശവിസ്താരഭവതാ സോമസൂര്യോ രാജ്ഞാം ച വൈവംശ്യാനാം ചരിതം പരമാദ്ഭുതം ഏതോഷധർമ്മശീലസ്യ സപ്തമാ തത്രാം ചേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന അവതീരേതോ വംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി വിശ്വാത്മാ താനി നോവത വിസ്തരാണ നിവൃത്തദക്ഷീരപതീയമാനാദ പൗഷതാശ്വത്മനോഭിരാമാദ കൗത്തമശ്വഗുണാനവാദാത്മാൻ വിരജ്യ വിനാകശുനാദ പിതാമഹാമേ സമരേമ രഞ്ജകേ ദേവപ്രാധ്യ അതിരഥൈസ്തിമിംഗളേ അവ്യക്തേ. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദ ഗോവിന്ദ.
ആവിർഭവിക്കുന്നു എങ്കിൽ അവിടെ ഒരു ശക്തിവിശേഷം ഉണ്ടാവണം.